ഇന്ന് നമുക്ക് 2025 റിലീസായ ചാമ്പ്യൻ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഒരു പെൺകുട്ടിയുടെ വോയിസ് ഓവറിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യയിലെ ഹൈദരാബാദിന് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന് ആർക്കൊക്കെ അറിയാം? ഹൈദരാബാദിൽ രാജാവായിരുന്ന നിസാമും സൈന്യവും ജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു. അവരുടെ കൺട്രോളിലായിരുന്നു ഹൈദരാബാദ്. അവർ രാക്ഷസന്മാരാണ്. എന്നാൽ ഈ രാക്ഷസന്മാർക്കെല്ലാം ഒരു തലവനുണ്ട്, കാസിം റിജ്മി. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് ഡൽഹിയിലെ ഹോം മിനിസ്റ്ററിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിനെ കാണാനെത്തിയിരിക്കുകയാണ് കാസിം. ഹൈദരാബാദ് ഭാരതത്തോട് ചേർക്കണമെന്ന് പട്ടേൽ ആവശ്യപ്പെടുന്നു. പട്ടേലുള്ളപ്പോൾ ഭാരതത്തെ പിരിക്കാനാകില്ലെന്നും പട്ടേൽ പറയുകയാണ്. പട്ടേലിന്റെ ആ ഒരു ഭീഷണിക്ക് കാസിമിന്റെ മറുപടി, നിങ്ങൾ ഭാരതത്തിന് ഹോം മിനിസ്റ്റർ ആയിരിക്കാം, പക്ഷേ ഞങ്ങൾക്കല്ല. ഞങ്ങളുടെ രാജ്യം രക്ഷിക്കാൻ ജീവൻ കൊടുക്കാൻ മാത്രമല്ല, ജീവൻ എടുക്കാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാസിം അവിടെ നിന്ന് പോകുന്നു. പട്ടേൽ ഈ ഒരു വിവരം നെഹ്റുവിനെ അറിയിക്കുകയാണ്. ഹൈദരാബാദ് വിഷയം കുറച്ച് സീരിയസ് ആണ്. ഹൈദരാബാദ് പിടിച്ചടക്കാനായിട്ട് പട്ടാളത്തെ ഏർപ്പാടാക്കുവാനായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നും പറയുമ്പോഴോ നെഹ്റുവിന്റെ മറുപടി, കൃത്യമായ സമയം വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു നെഹ്റുവിന്റെ മറുപടി. മറ്റൊരു വശത്ത് തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ കാസിം മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. ഭാരതം ഹൈദരാബാദ് പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ സംഭവിച്ചാൽ നിസാമിന് മാത്രമല്ല, നിങ്ങൾ ജമീന്ദാർമാർക്കും പ്രശ്നമാണെന്ന് പറയുന്നു. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നും ജമീന്ദാർമാർ പറയുന്നു. പാകിസ്ഥാൻ പോലൊരു സ്വതന്ത്ര രാജ്യമാകാൻ ആ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകും. നമ്മളെ ആരെതിർത്താലും അവർക്ക് കൃത്യമായ മറുപടി നമ്മൾ നൽകുമെന്നും കാസിം പറയുന്നു. എല്ലാവരും കാസിമിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ഗ്രാമങ്ങൾ നിസാമിന്റെയും കാസിമിന്റെയും ഭരണത്തെ പേടിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഒരു ഗ്രാമത്തിൽ ഭിക്ഷാപതി എന്നൊരാളാണെങ്കിൽ അവരുടെ ഭരണത്തെ എതിർക്കുന്നു. ആ വിവരമറിഞ്ഞ നാട്ടിലെ സെമീന്ദാറാണെങ്കിൽ അവിടെ എത്തി അവരെ എതിർത്ത ഭിക്ഷാപതിയെ അടിച്ചവശനാക്കി നാട്ടുകാർക്ക് മുന്നിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതിൽ മനംനൊന്ത് ഭിക്ഷാപതിയുടെ ഭാര്യയും 2 മക്കളും ആത്മഹത്യ ചെയ്തു. പക്ഷേ അവർക്കൊരു മകൾ കൂടിയുണ്ടായിരുന്നു. പുറത്തു പോയിട്ട് വന്ന മകൾ കണ്ടത് അമ്മയുടെയും സഹോദരങ്ങളുടെയും ശവശരീരമായിരുന്നു. എന്നാൽ അന്നേ ദിവസം തന്നെ മറ്റൊരു ഗ്രാമത്തിലെ രാജഭരണത്തെ എതിർക്കുന്ന നേതാവും കൂട്ടരും ഭിക്ഷാപതിയെ അടച്ചിട്ടിരുന്ന ജന്മിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുവാനായും ശ്രമിച്ചു. പോലീസ് സൈന്യത്തിന് കടക്കാൻ പറ്റാത്ത വിധം തീയിട്ട് കളഞ്ഞു. എന്നിട്ട് നിസാമിന്റെ കോട്ട തങ്ങൾ തകർക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഭിക്ഷാപതിയെ മാത്രം അവർക്ക് രക്ഷിക്കാനോ കണ്ടെത്തുവാനോ കഴിഞ്ഞില്ല. ആ കൊട്ടാരത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ. ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഭിക്ഷാപതിയുടെ ഗ്രാമത്തിലെ ജനങ്ങൾ കുറെ പേർ വന്നിട്ട് അവരുടെ ഗ്രാമത്തിലെ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയൊക്കെ പോലീസ് സൈന്യം കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു, പെൺകുട്ടികളെയൊക്കെ നശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തലവൻ പറയുന്നത്, നിങ്ങളുടെ നാട് പോലെ തന്നെയാണ് ഈ നാടും, നിങ്ങൾക്കൊന്നും വരില്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. അവിടെ തലവനെ കാണുവാൻ വേണ്ടിയിട്ട് സുന്ദരയ്യ എന്നൊരാൾ വരുന്നുണ്ട്. കാസിമിന്റെ കയ്യിലാണ് നിസാം രാജാവ് പോലും. കാസിമിന്റെ ആക്രമണം കൂടി വരികയാണ്. അവർക്ക് ബലിയാടാകാത്ത ഒരു നാട് പോലും ഇല്ലെന്നും തലവൻ പറയുന്നു. നിങ്ങളിന്ന് ചെയ്തതിന് ഉടനെ തിരിച്ചടിയുണ്ടാകുമെന്നും സുന്ദരയ്യ പറയും. ജനങ്ങളുടെ മനസ്സിലെ രോക്ഷം കൂടി വരികയാണ്. ജനങ്ങൾക്ക് പോരാടാൻ തോക്കിനു വേണ്ടിയിട്ടുള്ള കാര്യവും നോക്കണമെന്നും സുന്ദരയ്യ പറഞ്ഞിട്ട് പോകുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. നായകനായ മൈക്കിളിനെ കാണിക്കുകയാണ്. മൈക്കിൾ ആണെങ്കിലോ ഇംഗ്ലണ്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ അതവന്റെ സ്വപ്നമായിരുന്നു. അനാഥനായിരുന്ന മൈക്കിൾ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് വളർന്നത്. മൈക്കിളിനൊപ്പം എപ്പോഴും ഷബീർ എന്നൊരു കൂട്ടുകാരൻ കാണും. മൈക്കിൾ ആണെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. മാത്രമല്ല, ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അന്നേ ദിവസം മാച്ചിന് പോവുകയാണ് മൈക്കിൾ. പക്ഷേ ലേറ്റായി എത്തുന്നത് കൊണ്ട് തന്നെ കോച്ച് അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. പക്ഷേ അവരുടെ ടീം തോറ്റുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ കോച്ച് അവനെ കളത്തിലിറക്കി. ഒടുവിൽ മൈക്കിൾ ആണെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അവരുടെ ടീം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഓപ്പോസിറ്റ് ടീമിന്റെ നേതാവിനാണെങ്കിൽ അത് വല്ലാത്ത ദേഷ്യമാകുന്നുണ്ട്. അവിടെ വെച്ച് മൈക്കിളിന്റെ കളി കണ്ട് മാഞ്ചസ്റ്റർ ക്ലബിന്റെ മാനേജറായ റോയ് ആണെങ്കിൽ മൈക്കിളിന് മാഞ്ചസ്റ്റർ ക്ലബിലേക്ക് ഒരു ഓഫർ വെക്കുകയാണ്. ഇംഗ്ലണ്ടാണ് അവരുടെ സ്ഥലവും. അവിടുത്തെ ടീമിൽ പ്ലെയർ ആയിട്ട് വരണമെന്നാണ് റോയ് പറയുന്നതും. മൈക്കിളിന് ഒരുപാട് സന്തോഷമായി. അവൻ ആഗ്രഹിച്ച കാര്യം നടക്കുവാനായി പോവുകയാണല്ലോ. ഇംഗ്ലണ്ടിലേക്കും പോകുവാൻ പോകുന്നു. അവന്റെ ബന്ധുവിന്റെ ഹോട്ടലിലെത്തി ആ സന്തോഷം അവരോട് പറയുകയാണ്. അടുത്ത ദിവസം ടീമിൽ ചേരുന്നത് സംബന്ധിച്ച് മൈക്കിൾ റോയിയെ കാണുവാനായി എത്തുമ്പോഴാണ് മൈക്കിളിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് സോൾജിയർ ആയിട്ടുള്ള ജോർജിന്റെ പേര് കണ്ടതും. മൈക്കിളിന്റെ അച്ഛൻ ബ്രിട്ടീഷ് എംപയർക്ക് ദ്രോഹം ചെയ്ത ആളായതുകൊണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് താണ്ടി ഇംഗ്ലണ്ടിൽ കാലുകുത്തുന്നത് കഷ്ടമാണെന്നും റോയ് പറയുന്നു. മൈക്കിൾ ഒരുപാട് കെഞ്ചും. അച്ഛൻ ചെയ്ത തെറ്റിന് ഞാനെന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ടും, നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇംഗ്ലണ്ടിൽ കാലുകുത്താൻ നിനക്കാകില്ല. ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നാളെ നിനക്ക് എന്നോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് വരാമായിരുന്നു.
ദേ ഇതാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ക്ലബിലേക്ക് നിനക്കുള്ള ഓഫർ ലെറ്റർ. നീ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഫുട്ബോൾ കളിപ്പിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഇനി 20 ദിവസം മാത്രമാണുള്ളതെന്ന് പറഞ്ഞിട്ട് റോയി അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി മൈക്കിളിനാണെങ്കിൽ ഒരു കോൺഫിഡൻസ് വരികയാണ്. വീട്ടിലെത്തിയ മൈക്കിളാണെങ്കിൽ അങ്കിളിനോട് നടന്ന കാര്യമൊക്കെ പറയുന്നു. 20 ദിവസത്തിൽ എങ്ങനെ ഇംഗ്ലണ്ട് എത്തുമെന്ന് അവൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്കിൾ അവനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായി എത്തിയ ജെയിംസ് കാരി എന്ന ആളിനെ കാണിച്ചു കൊടുക്കുന്നത്. നിസാം ഗവൺമെന്റ് ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായാൽ ആവശ്യം വരുമെന്ന് കരുതി ബ്രിട്ടീഷ് ഏജന്റിന് കാശ് കൊടുത്ത് യൂറോപ്പിൽ നിന്നും ഗണ്ണ് കൊണ്ടുവരുന്നുണ്ട്. ഗണ്ണ് കൊണ്ടുവരുന്ന ഫ്ലൈറ്റിലെ പൈലറ്റാണ് ജെയിംസ്. എന്നാൽ ജെയിംസ് ആണെങ്കിൽ കാശിന് വേണ്ടിയിട്ട് ഗൺസ് ഒക്കെ ആരും അറിയാതെ മറിച്ച് വിൽക്കാറുണ്ട്. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്, അതും എനിക്ക് കുറച്ച് കാശ് കിട്ടുമല്ലോ. അവനോട് സഹായം ചോദിക്കാമെന്ന് അങ്കിൾ പറയുന്നു. ജെയിംസിനോട് ചോദിക്കുമ്പോഴോ ആദ്യം ജെയിംസ് ആണെങ്കിൽ അവരെ അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്. അങ്കിൾ ഒരുപാട് കെഞ്ചുന്നത് കൊണ്ട് തന്നെ ജെയിംസ് ഒരു ഓഫർ വെക്കുകയാണ്. ജെയിംസ് ആണെങ്കിൽ ആദ്യം ഒന്നും രണ്ട് തോക്കുകളൊക്കെ മാത്രമാണ് അങ്കിളിനെ കൊണ്ടൊക്കെ മറിച്ച് വിൽപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ബൾക്കായിട്ട് തോക്ക് കൊണ്ടുവരികയാണ്. അവരുടെ നാട് കടന്ന് എത്തിക്കണമെന്നാണ് ജെയിംസ് പറയുന്നതും. അതിനങ്കിൾ തയ്യാറാകില്ല. ഒടുവിൽ മൈക്കിൾ ആണെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കും. അവൻ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിലേക്ക് പോകണം. തോക്കുമായിട്ട് മൈക്കിളും കൂട്ടുകാരനുമാണ് പോലീസ് വേഷത്തിൽ രാത്രി പോകുന്നത്. അങ്കിൾ ഒരുപാട് പോകണ്ടെന്ന് നിർബന്ധിച്ചിട്ടും അവൻ കേൾക്കുന്നതേയില്ല. അന്ന് രാത്രി പോലീസ് വേഷത്തിലാണ് മൈക്കിളും കൂട്ടുകാരനായ ഷബീറും തോക്കുമായിട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനായ ബാബു ദേശ്മുഖ് ഓപ്പോസിറ്റ് വരും. ബാബു ദേശ്മുഖിന് മൈക്കിളിനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം മൈക്കിളിന്റെ ഫുട്ബോൾ ടീമിന് ഓപ്പോസിറ്റ് ടീമാണ് ബാബു ദേശ്മുഖ്. അന്ന് മൈക്കിൾ ജയിച്ചതും ബാബുവിന് അത്ര ഇഷ്ടമായതേയില്ല. ബാബുവിനെ കണ്ടതും മൈക്കിൾ വണ്ടി പിന്നിലോട്ടെടുത്തു. അവിടുത്തെ മരത്തിലിടിക്കുകയും ചെയ്തു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയോടവേ കൂട്ടുകാരനാണെങ്കിൽ ബാബുവിന്റെ പിടിയിലകപ്പെട്ടു. എന്നാൽ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മൈക്കിൾ ആണെങ്കിലോ ബാബുവിന്റെ മുഖത്തേക്ക് മണ്ണെണ്ണ വിളക്കടിച്ചു. ഒടുവിൽ ബാബുവിന്റെ മുഖമാണെങ്കിൽ പകുതി പൊള്ളിപ്പോവുകയാണ് ചെയ്തതും. ബാബുവിനാണെങ്കിലോ മൈക്കിളിനോട് ആകെ ദേഷ്യവും. മൈക്കിളിനും ഷബീറിനും എത്തിപ്പെടേണ്ടത് സിക്കന്ദ്രാബാദിലേക്കാണ്. എന്നാൽ പോകുന്ന വഴിയിൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു ജന്മിയെ കാണിച്ചില്ലേ, ആ ജന്മിയുടെ പേരാണ് പ്രതാപ് റെഡ്ഡി ദേശ്മുഖ്. പ്രതാപ് റെഡ്ഡിയുടെ നാട്ടിലെത്തിയതും അവരുടെ വണ്ടിയാണെങ്കിൽ കേടാവുകയാണ്. എന്ത് പറ്റിയെന്നവർക്ക് അറിയത്തേയില്ല. പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പ്രതാപ് റെഡ്ഡിയും ടീമും അവിടേക്ക് വരുന്നത്. മൈക്കിളൊക്കെ ആദ്യമൊന്ന് പേടിക്കും. എന്നാലും മൈക്കിൾ ധൈര്യം സംഭരിച്ച് നിൽക്കുകയാണ്. കാരണം പോലീസ് വേഷത്തിലാണല്ലോ നിൽക്കുന്നത്. പോലീസാണെന്ന് കരുതി പ്രതാപ് റെഡ്ഡി വന്ന് അവരോട് സംസാരിക്കുകയാണ്. എന്തെന്നാൽ അവരുടെ നാടിനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ടെന്ന് പ്രതാപ് റെഡ്ഡിയോട് മുൻപൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതെന്ന് പ്രതാപ് റെഡ്ഡി അങ്ങ് കരുതി. അതുകൊണ്ട് തന്നെ വണ്ടി പഞ്ചർ ആയതുകൊണ്ട് വണ്ടി റെഡിയാക്കുന്നത് വരെ തന്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് പ്രതാപ് റെഡ്ഡി അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രതാപ് റെഡ്ഡിയുടെ വീട്ടിലെത്തുമ്പോഴോ അവർക്കെതിരെയൊക്കെ സംസാരിക്കുന്നവരെയൊക്കെ പൊതിരെ തല്ലുന്ന സൗണ്ടൊക്കെ മൈക്കിൾ കേൾക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ മൈക്കിൾ ആണെങ്കിലോ അവിടെ ചെറുതായിട്ട് ഫോൺ കണക്ഷൻ ഉണ്ട്. ഹൈദരാബാദിലേക്ക് നാട്ടിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ഫോൺ വഴി മൈക്കിൾ ആണെങ്കിലോ തന്റെ അങ്കിളിനെ വിളിച്ച് നടന്ന വിവരങ്ങളൊക്കെ പറയുന്നു. അങ്കിളിനാണെങ്കിൽ ആകെ ദേഷ്യം. മൈക്കിളേക്ക് പോയതിന് പിന്നാലെ അവരുടെ നാട്ടിലൊക്കെ റെയ്ഡ് വന്നു. ഹോട്ടലിലും റെയ്ഡ് വന്നു. അതുകൊണ്ട് നീ കുറച്ചു നാളത്തേക്ക് സിറ്റിയിലോട്ടൊന്നും കടക്കരുത്. എങ്ങനെയെങ്കിലും നീ ഇംഗ്ലണ്ടിലേക്ക് പോകണം. 26-ാം തീയതിയാണ് ഫ്ലൈറ്റ്. നീ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിലേക്ക് കയറി പോകണം, ഇങ്ങോട്ട് വരരുതെന്ന് പ്രത്യേകം അങ്കിൾ പറയുന്നുണ്ട്. കോള് കട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ കണക്ഷനും അവൻ കട്ട് ചെയ്യുന്നു. അതേസമയം തന്നെയായിരുന്നു ജമീന്ദാർ അവർ തല്ലിച്ചതച്ച ആളിനെ കൊണ്ടുവരുവാനായി പറഞ്ഞത്. അത് ഭിക്ഷാപതിയായിരുന്നു. മൈക്കിളിന്റെ കയ്യിൽ തോക്ക് കൊടുത്ത് ജമീന്ദാർ ഭിക്ഷാപതിയെ ഷൂട്ട് ചെയ്യുവാനായി പറയും. പക്ഷേ മൈക്കിളിനത് കഴിഞ്ഞില്ല. നിന്നെ കൊണ്ട് കഴിയില്ല, സത്യം പറ, നീ ആരാണെന്ന് ചോദിച്ച ജമീന്ദാറും കൂട്ടരും മൈക്കിളിനെ തല്ലുവാനായി ശ്രമിക്കും. എന്നാൽ മൈക്കിളിന്റെ ശരിയാക്കിയിട്ടിരുന്ന വണ്ടിയും എടുത്ത് കൂട്ടുകാരനെയും ഭിക്ഷാപതിയും കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവർ എത്തിപ്പെട്ടതോ സിനിമയുടെ തുടക്കത്തിൽ ജമീന്ദാറിന്റെ വീട് ആക്രമിച്ച നേതാവിന്റെ നാട്ടിലും. എന്നാൽ ശത്രുക്കളാണ് വരുന്നതെന്ന് കരുതി പേടിച്ച് ഗ്രാമവാസികൾ അവരുടെ വണ്ടി അപകടപ്പെടുത്തി. മാത്രമല്ല മൈക്കിളിനെയും ഷബീറിനെയും പിടിച്ചുകെട്ടി തലവനടുത്തേക്കും കൊണ്ടുവരുന്നു. എന്നാൽ മൈക്കിളും ഷബീറും കൊട്ടാരത്തിലെ കുക്കായി വന്നതാണെന്നും സെമീന്ദാർ ഉപദ്രവിച്ചുവെന്നും കള്ളം പറയുന്നു. ഒപ്പം ഭിക്ഷാപതിയെ അവരോടൊപ്പം കണ്ടതോടുകൂടി ഗ്രാമവാസികൾക്ക് മൈക്കിളിനോട് സ്നേഹം തോന്നുന്നു. ജമീന്ദാർ അയാളെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും അവിടെ നിന്ന് തങ്ങൾ രക്ഷിച്ചതാണെന്നും മൈക്കിളും കൂട്ടരും പറയും. അവരുടെ അപകടപ്പെട്ട വണ്ടി ശരിയാക്കും വരെ ഗ്രാമത്തിൽ താമസിക്കുവാനായിട്ടും തലവൻ അനുമതി നൽകി. ആ ഗ്രാമത്തിൽ ഗ്രാമവാസികളുടെ എന്റർടൈൻമെന്റ് എന്നത് നാടകം കാണുക എന്നതായിരുന്നു. നാടകം എഴുതുന്ന ആളുടെ മകളാണ് നമ്മുടെ കഥാനായികയായ ചന്ദ്രകല. ചന്ദ്രകല എഴുതിയ നാടകമായിരുന്നു അന്നേ ദിവസം നടക്കുന്നതും.
പക്ഷേ അതിനിടയിൽ മൈക്കിളും ഷബീറും ബ്രിട്ടീഷുകാരുടെ വേഷമൊക്കെ ധരിച്ച് കയറി നാടകം കളിച്ച് കുളമാക്കി. ആ ദേഷ്യം ചന്ദ്രകലയ്ക്ക് അവരോടുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി അവർക്ക് ആഹാരം ഏർപ്പാടാക്കിയിരുന്നതും ചന്ദ്രകലയുടെ വീട്ടിലാണ്. അതേസമയം അച്ഛനാണെങ്കിലോ ചന്ദ്രകലയെ ഒരുപാട് ഉപദേശിക്കുകയാണ്. വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ദേഷ്യമെന്ന ചന്ദ്രകല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് മൈക്കിളിന്റെ വണ്ടിയിലേക്കായിരുന്നു. ഫുഡും കഴിച്ചെത്തിയ മൈക്കിളാണെങ്കിൽ ചന്ദ്രകല വണ്ടിയിലിരിക്കുന്നത് കണ്ടു. ചന്ദ്രകല തനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്നും സ്വന്തമായിട്ട് നാടകം ചെയ്യണമെന്നുമാണ് ആഗ്രഹമെന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ അവളുടെ നാടകത്തിൽ ബ്രിട്ടീഷുകാരെ വളരെ മോശമായി അവതരിപ്പിച്ചത് മൈക്കിൾ ചോദിക്കുമ്പോഴോ, കൂടാതെ അവർ നാട്ടിനു വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ എന്നും മൈക്കിൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ചന്ദ്രകലയ്ക്ക് ദേഷ്യം വന്നു. ബ്രിട്ടീഷുകാർ ചെയ്ത ക്രൂരതകളൊക്കെ അവൾ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം നിസാം സൈന്യം ജനങ്ങളെ ദ്രോഹിക്കുന്ന വാർത്ത പത്രത്തിൽ വരുന്നു. അതൊരാൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്നാൽ അത് കേട്ടുകൊണ്ടു നിന്ന ബൽറാം എന്നയാൾക്ക് വല്ലാതെ ദേഷ്യം വരികയും പോലീസ് സ്റ്റേഷൻ കത്തിക്കുവാനായിട്ട് ബൽറാമും കൂട്ടരും തീരുമാനിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും പ്രതികരിക്കണമല്ലോ. പക്ഷേ അവരുടെ മെയിൻ തലവനായിട്ടുള്ള സുന്ദരയ്യ നാട്ടിലില്ല. ഈ ഒരു കാര്യം ഒരിക്കലും സുന്ദരയ്യ അറിയരുത്. സുന്ദരയ്യ മാത്രമല്ല, ആരും തന്നെ അറിയരുത്. തങ്ങളാണ് ഇതിന് പിന്നിലെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു വണ്ടി ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്ന മൈക്കിളിനെ കാണുന്നത്. മൈക്കിളിന്റെ വണ്ടി ഉപയോഗിക്കാമെന്നും അവർ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ മൈക്കിളാണിത് ചെയ്തതെന്ന് എല്ലാവരും കരുതുമല്ലോ. അതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ മൈക്കിളിന്റെ വണ്ടി ശരിയാക്കുവാനായിട്ട് ബൽറാമും സഹായിക്കുന്നു. പക്ഷേ ചന്ദ്രകലയാണെങ്കിലോ അച്ഛനെ വെല്ലുവിളിച്ച് സ്വന്തമായിട്ട് നാടകമെടുക്കുവാനായിട്ടും തീരുമാനിച്ചു നിൽക്കുകയാണ്. എന്നാൽ അഭിനയിക്കുവാനായിട്ട് ആളേയില്ല. മൈക്കിളിനോട് ചോദിച്ചപ്പോഴോ മൈക്കിളിന് ഒടുക്കത്തെ ജാടയും. അതേസമയം തന്നെയായിരുന്നു കുക്കാണെന്നാണല്ലോ മൈക്കിൾ പറഞ്ഞെത്തിയത്. മൈക്കിളിനെ കുക്ക് ചെയ്യുവാനായിട്ട് ഗ്രാമവാസികൾ വിളിച്ചുകൊണ്ടു പോകുന്നു. ഒടുവിൽ കുക്ക് ചെയ്യാൻ അറിയാത്ത മൈക്കിളാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നാടകത്തിലും വന്ന് ചേരുകയാണ്. അതോടെ മൈക്കിളും ചന്ദ്രകലയും നല്ല ഫ്രണ്ട്സ് ആകുന്നു. ആ ഒരു അടുപ്പം പതിയെ പതിയെ പ്രണയമായി മാറുകയാണ്. എന്നാൽ ഒരു ദിവസം രാത്രി ആ നാട്ടിലെ ലക്ഷ്മി എന്ന പെൺകുട്ടിയും അവളുടെ സഹോദരനും മൈക്കിളിനെയും ഷബീറിനെയും ഫുഡ് കഴിക്കുവാനായി വിളിച്ചു. ഇവർ കള്ളപ്പേരിലാണല്ലോ ആ നാട്ടിൽ നിൽക്കുന്നതും. അവർക്ക് മൈക്കിളിനെയും കൂട്ടുകാരനെയും നല്ല കാര്യമാണ്. അപ്പോഴാണ് ബൽറാമും കൂട്ടരും മൈക്കിളിന്റെ വണ്ടിയാണ് സ്റ്റേഷൻ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നെന്ന കാര്യം ലക്ഷ്മിയുടെ ചേട്ടൻ മൈക്കിളിനോട് പറയുന്നു. അത് കേട്ട് ഞെട്ടിയ മൈക്കിളാണെങ്കിൽ റൂമിലെത്തിയതും നാളെ എല്ലാവരും ഉണരും മുൻപ് നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്നും ഷബീറിനോട് പറഞ്ഞു. അപ്പോഴും മൈക്കിളിന്റെ മനസ്സിൽ ചന്ദ്രകലയുണ്ട്. എന്നാൽ രാവിലെ എല്ലാവരും ഉണരും മുൻപ് അവർ പോകുവാനായി തീരുമാനിക്കുമെങ്കിലും ബൽറാമും കൂട്ടരും അവരെ പിടികൂടുകയും തലവന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. ഇവർ എങ്ങനെയാണ് മൈക്കിളിനെ പറ്റി അറിഞ്ഞതെന്നാൽ മൈക്കിളും ടീമും ടൂർണമെന്റിൽ വിജയിച്ച ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. അതാണ് സംഭവിച്ചതും. ഒരു കേസിൽപ്പെട്ട് താൻ വന്നതാണെന്നൊക്കെ വീണ്ടും അവൻ കള്ളം പറയുമെങ്കിലും ആരും വിശ്വസിച്ചതേയില്ല. വണ്ടി പരിശോധിച്ചതിൽ നിന്നും പോലീസിന്റെ വേഷവും നാട്ടുകാർക്ക് കിട്ടി. അതോടെ നിസാം പോലീസാണ് മൈക്കിൾ എന്നവർ കരുതി. മൈക്കിളിനെയും കൂട്ടുകാരനെയും കൊല്ലുവാനായിട്ടും ഗ്രാമവാസികൾ തീരുമാനിക്കുന്നു. അതേ സമയമായിരുന്നു നിസാം പോലീസ് സൈന്യം ഗ്രാമം ആക്രമിക്കുവാനായി എത്തിയത്. ഒരുപാട് പേർക്ക് വെടിയേറ്റു. അതിനിടയിൽ രക്ഷപ്പെട്ടു പോകുവാനായിട്ട് മൈക്കിളും ഷബീറും ശ്രമിക്കും. പക്ഷേ മൈക്കിളിന് മനസ്സ് വന്നില്ല. ഇത്രയും ദിവസം അവരവർ നന്നായിട്ടല്ലേ നോക്കിയത്. തിരികെ എത്തിയ മൈക്കിളാണെങ്കിൽ തലവനെ രക്ഷിക്കുന്നു. മാത്രവുമല്ല, കടത്തുവാനായി വെച്ചിരുന്ന തോക്കുകളെടുത്ത് പോലീസിനെ ഷൂട്ട് ചെയ്യുന്നു. ഒപ്പം തലവനും തോക്ക് നൽകി. ഗ്രാമവാസികൾ കുറെ പേർക്ക് നൽകി. പോലീസിനെ ഷൂട്ടും ചെയ്തു. പോലീസുകാരാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ഗ്രാമവാസികളുടെ കയ്യിൽ എങ്ങനെ തോക്ക് വന്നു എന്നാണ് പോലീസിന്റെ ചിന്തയും. ഒപ്പം ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് പോലീസുകാരെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. അടുത്ത ദിവസം ഗ്രാമവാസികൾ മൈക്കിളിന് നന്ദി പറയുകയാണ്. ചന്ദ്രകലയ്ക്കടുത്തേക്ക് സംസാരിക്കുവാനെത്തിയ മൈക്കിളിനോട് മര്യാദയ്ക്കൊന്നും മിണ്ടുവാൻ പോലും അവൾ കൂട്ടാക്കിയില്ല. ഇത്രയും കൂട്ടായിരുന്നിട്ട് പോലും അവനൊന്നും തുറന്നു പറയാത്തതിന്റെ ദേഷ്യമായിരുന്നു ചന്ദ്രകലയ്ക്ക്. അതേസമയം സുന്ദരയെ തലവനെ കാണുവാനായും എത്തി. മൈക്കിളിനെ കാണണമെന്നും ആവശ്യപ്പെടും. സുന്ദരയ്ക്കെടുത്തിയ മൈക്കിളാണെങ്കിൽ അവർ വന്ന ഉദ്ദേശമെല്ലാം സത്യമെല്ലാം തുറന്നു പറയുകയാണ്. ഇംഗ്ലണ്ടിലേക്ക് പോകാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അവൻ തുറന്നു പറയുന്നു. തോക്ക് തലവന്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. തോക്ക് തരണമെന്നും മൈക്കിൾ ആവശ്യപ്പെടുകയാണ്. അവരുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ തോക്കെല്ലാം തിരികെ നൽകുവാനായിട്ടും തീരുമാനിക്കുന്നു. മാത്രമല്ല, പോലീസിനെ വെട്ടിച്ച് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുവാനായിട്ടും സുന്ദരയും തലവനും തീരുമാനിക്കും. മാത്രവുമല്ല, മൈക്കിളിന് എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിലേക്ക് പോകുവാനായിട്ട് പോലീസിനെ വെട്ടിച്ച് കടക്കാനുള്ള എല്ലാ സഹായവും ചെയ്യുവാനായിട്ടും സുന്ദരയും തലവനും തീരുമാനിക്കുന്നു. എന്നാൽ ഗ്രാമവാസികളുടെ ആക്രമണം കാസിമിൽ ദേഷ്യമുണ്ടാക്കുകയാണ്. അതോടെ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ചുമതല പോലീസ് ഉദ്യോഗസ്ഥനായ ബാബുവിനെ ഏൽപ്പിക്കുന്നു. പോലീസിനെ എതിർത്തതിനാൽ ഉറപ്പായിട്ടും തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷ സുന്ദരയ്ക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പോലീസിനെ എതിർക്കണമെന്നും നമ്മുടെ നാടിനെ അവർ പേടിക്കണമെന്നും സുന്ദരയും കൂട്ടരും പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കാസിം അവരെ എതിർക്കുന്നവരെ എല്ലാവരെയും
എല്ലാവരെയും കൊല്ലുവാനായിട്ടും ഹിന്ദുസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് എഴുതുന്നവരുടെ എല്ലാവരുടെയും കൈവെട്ടി കളയുവാനായിട്ടും കാസിം പറയുന്നു. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനെ അവർ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഇനി നടക്കാൻ പോകുന്നത് യുദ്ധമാണെന്നും കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തുകൊള്ളുവാനായിട്ടും ഒപ്പം മൈക്കിളിനെയും ഷബീറിനെയും സേഫായിട്ട് നാട് കടത്തി അയക്കുവാനായിട്ടും സുന്ദരയ്യ പറയുന്നുണ്ട്. ഗ്രാമവാസികളാണെങ്കിൽ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലും. ജമീന്ദാറിനെ കാണുവാനായി എത്തിയ ബാബു ഗ്രാമവാസികളെ കീഴടക്കുവാനായിട്ടുള്ള പ്ലാനും ചെയ്യുകയാണ്. അതിനായിട്ട് ജന്മിയുടെ കൂട്ടാളിയെ ഗ്രാമത്തിലേക്ക് അയച്ചു. ജന്മിയുടെ ആവശ്യം കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് നിസാം സൈന്യത്തിന് മുന്നിൽ ഗ്രാമവാസികൾ കീഴടങ്ങണമെന്നായിരുന്നു. പക്ഷേ അതിന് ഗ്രാമവാസികൾ തയ്യാറായില്ല. ജന്മിയുടെ ആളിനെ തല്ലിച്ചതച്ചാണ് അവിടെ നിന്ന് പറഞ്ഞുവിടുന്നതും. ഈ വിവരം ബാബുവിനെ അറിയിക്കുവാനായിട്ട് ജന്മിയുടെ കൂട്ടാളി എത്തുമ്പോഴോ ദേഷ്യം വന്ന ബാബു ആണെങ്കിൽ അയാളെ തന്നെ കൊന്നുകളയുന്നു. വിവരമറിഞ്ഞ കാസിം ഒരുത്തനെയും വെച്ചേക്കരുത്, എല്ലാവരെയും കൊന്നുകളയുവാനായിട്ടും ആവശ്യപ്പെടുന്നു. പക്ഷേ അവസരം കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നും പ്രത്യേകം കാസിം പറയുന്നുണ്ട്. ഗ്രാമവാസികളെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് മൈക്കിൾ ഒരുപാട് ശ്രമിക്കും. പക്ഷേ നടക്കുന്നില്ല. മാത്രവുമല്ല മൈക്കിളിന്റെ കൂട്ടുകാരനായ ഷബീർ ആണെങ്കിൽ ആ ഗ്രാമത്തിൽ നിൽക്കുവാനായിട്ടും തീരുമാനിച്ചിരിക്കുകയാണ്. മൈക്കിൾ ഇംഗ്ലണ്ടിലേക്ക് പോയാലും അവന് ആരുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നിൽക്കുവാനായിട്ടും അവൻ തീരുമാനിക്കും. മൈക്കിളിനെ കാണാനെത്തിയ ചന്ദ്രകലയോട് മൈക്കിൾ പറയുന്നതോ തന്റെ അച്ഛൻ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ആളായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരണപ്പെട്ടു. അന്നു മുതൽ അച്ഛനെ ദേശദ്രോഹിയായിട്ടാണ് ബ്രിട്ടീഷുകാർ മുദ്ര കുത്തിയത്. അന്നു മുതൽ തനിക്ക് ഈ യുദ്ധത്തിനെയൊക്കെ പേടിയാണ്. യുദ്ധം നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അവൻ കരയുന്നു. അടുത്ത ദിവസം താൻ പോകുവാണെന്നും പറയുമ്പോഴോ ചന്ദ്രകലയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അങ്ങനെ അടുത്ത ദിവസം യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ഭിക്ഷാപതിയും നാട്ടുകാരും ആ നാട് വിട്ടു തന്നെ പോവുകയാണ്. കൂടെ മൈക്കിളുമുണ്ട്. മൈക്കിളിന്റെ അടുത്തെത്തിയ ചന്ദ്രകലയാണെങ്കിൽ ഇനി നമ്മളെന്ന് കാണുമെന്ന ചോദ്യത്തിന് മൈക്കിളിന് മറുപടിയില്ലായിരുന്നു. രണ്ടാളും ഹൃദയം തകരുന്ന വേദനയിലാണ് പരസ്പരം പിരിയുന്നതും. എന്നാലും അവസാനമായിട്ട് ചന്ദ്രകലയെ കെട്ടിപ്പിടിച്ചിട്ടാണ് മൈക്കിൾ അവിടെ നിന്ന് പോകുന്നത്. അവൾക്ക് ആ ഒരു വേദന താങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് ബാബുവിന്റെ സൈന്യം മൈക്കിളിനെയും ഗ്രാമവാസികളെയും പിടികൂടുന്നു. മൈക്കിളിനോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു ബാബുവിന്. മൈക്കിളിനെ ഒരുപാട് ദ്രോഹിക്കും. ഗ്രാമവാസികളെ ദ്രോഹിക്കരുതെന്ന് പ്രത്യേകം മൈക്കിൾ പറയുന്നുണ്ട്. നീ എന്നോട് ചെയ്തത് എന്റെ മനസ്സിലുണ്ട്, എനിക്കിത് മറക്കാനാകില്ല. നീ അതേ ബോൾ കണ്ടോ, നോക്ക്, 20 മിനിറ്റ് നിനക്ക് സമയമുണ്ട്. അതിനിടയിൽ വെച്ച് ഗോൾ അടിക്കുകയാണെങ്കിൽ ഇവരെ വെറുതെ വിടാമെന്നും ബാബു പറയുന്നു. അങ്ങനെ ബാബു സമയം കൊടുക്കുകയാണ്. പക്ഷേ ഈ 20 മിനിറ്റിൽ മൈക്കിൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഓരോ ഗ്രാമവാസികളായിട്ട് വെടിവെച്ച് കൊല്ലുവാനായിട്ടും തീരുമാനിച്ചു. മൈക്കിളിന്റെ കാലിലാണെങ്കിൽ വലിയൊരു മുറിവുണ്ട്. ഗ്രാമവാസികൾ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. മൈക്കിൾ ആണെങ്കിൽ ട്രൈ ചെയ്യുമെങ്കിലും കാലിലെ മുറിവിനാൽ അവന് ഗോൾ പോസ്റ്റിന് അടുത്ത് പോലും എത്താനാകുന്നില്ല. ഗോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമവാസികളെ ഓരോരുത്തരെയായിട്ടും കൊന്നൊടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് മൈക്കിളാണെങ്കിൽ ഗോളടിക്കുകയാണ്. എന്നാൽ പന്ത് വന്ന് കൊണ്ടെടുത്ത് തീപിടുത്തവും ഉണ്ടാകുന്നു. അതോടുകൂടി ആ ഒരു ഗ്യാപ്പിൽ മൈക്കിളിനൊപ്പം ഒരു അനാഥ പയ്യനായിട്ടുള്ള രാജുമുണ്ടായിരുന്നു. രാജ നാട്ടിലുള്ളതാണ്. രാജിനെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. കുതിരപ്പുറത്ത് കയറി നേരെ മൈക്കിൾ എത്തുന്നത് ഏത് ഗ്രാമത്തിൽ നിന്നാണോ അവൻ പോയത് അതേ ഗ്രാമത്തിലേക്ക് തന്നെ. അതേസമയം നിസാം സൈന്യം ഗ്രാമത്തെ ആക്രമിക്കുവാനായും എത്തിയിരുന്നു. ഗ്രാമവാസികളും സൈന്യവും തമ്മിൽ വലിയ പോരാട്ടം തന്നെ നടക്കുകയാണ്. എന്നാൽ സൈന്യത്തിന്റെ കയ്യിലുള്ള തോക്കിന് മുന്നിൽ ഗ്രാമവാസികൾക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ഗ്രാമവാസികൾ മരണപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ നായകനായ മൈക്കിൾ അവിടേക്ക് എത്തിയിരുന്നു. മൈക്കിളാണെങ്കിൽ ആ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ അവന് കുട്ടിക്കാലത്ത് അവന്റെ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യമൊക്കെ ഓർമ്മ വരുന്നു. അവന്റെ അച്ഛൻ അവന്റെ അടുത്ത് വരുന്നതായിട്ട് അവൻ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു. ആ ഒരു സ്വപ്നമാണ് മൈക്കിൾ ഓർക്കുന്നത്. എന്താ അച്ഛൻ ഇവിടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതെന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് എല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ നടക്കുന്ന അനീതികളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനും അവർക്ക് വേണ്ടി ജീവൻ കളഞ്ഞത്, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലെ കുറെ പേർ അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിന്നാൽ മാത്രമേ അവർക്കും നീതി കിട്ടൂ എന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈക്കിളിന് ഇപ്പോൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുവാനായിട്ടും മൈക്കിൾ തീരുമാനിക്കുന്നു. മൈക്കിൾ തന്റെ കൈവശമുള്ള തോക്കെല്ലാം എടുത്തുകൊണ്ടുവന്ന് ചറപറ വെടിവെക്കും. ഒരുപാട് സൈന്യത്തെ അവൻ കൊന്നൊടുക്കി. എന്നാൽ അവൻ വരുന്നത് കണ്ട് ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ധൈര്യവും വന്നു. കുറെ പേർ പരിക്ക് പറ്റിയെങ്കിലും എഴുന്നേറ്റ് വന്ന് പോരാടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുവിധം സൈന്യത്തെ എല്ലാവരെയും അവർ കീഴ്പ്പെടുത്തി എന്ന് തന്നെ പറയാം. അവസാനം മൈക്കിളിനും വെടിയേൽക്കുകയാണ്. അവിടെ വെച്ച് തന്നെ മൈക്കിളും മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഹൈദരാബാദിൽ നടന്ന ഈ ഒരു വിവരം പട്ടേൽ അറിയുകയാണ്. അതോടുകൂടി പട്ടേലിന് വല്ലാതെ ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ നിസാമിന്റെയും കാസിമിന്റെയും ഈ ഒരു ഭരണം കാരണം ഹൈദരാബാദ് ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും പട്ടേൽ ഉത്തരവിടുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയും ഇറക്കുന്നു. അങ്ങനെ
ഹൈദരാബാദിനെ അടക്കി വാണുകൊണ്ടിരുന്ന എല്ലാവരെയും ഇന്ത്യൻ ആർമി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നു. അതോടുകൂടി ഹൈദരാബാദ് മോചിക്കുകയാണ്. ഇന്ത്യയോടൊപ്പം ഹൈദരാബാദും കൂടി ചേരുന്നു. അതോടുകൂടി ഹൈദരാബാദിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യവും കിട്ടുകയാണ്. എന്നാൽ ചന്ദ്രകലയ്ക്ക് മൈക്കിളിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമമുണ്ട്. മൈക്കിളിന്റെ ജീവിതം ചന്ദ്രകല ഒരു നാടകമാക്കി എഴുതുന്നു. അതവൾ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുവാനായി എത്തിയ ചാമ്പ്യൻ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അവൾ നാടകവും അവസാനിപ്പിക്കുന്നത്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.